അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തത് ഇലക്ട്രിക് ഫീൽഡിനെയും മാഗ്നറ്റിക് ഫീൽഡിനെയും നമ്മൾ ഇലക്ട്രിക് സ്കേലാർ പൊട്ടൻഷ്യലായ വിയും മാഗ്നറ്റിക് വെക്റ്റർ പൊട്ടൻഷ്യലായ എയുടെയും ടേംസിൽ എഴുതുകയാണ് ചെയ്തത്, ഈ കാണുന്ന രണ്ട് എക്സ്പ്രഷൻസ്. അപ്പോൾ നമ്മൾ ഇനി ശ്രമിക്കുന്നത് മാക്സ്വെൽസ് ഇക്വേഷനെ ഇതുപോലെ തന്നെ പൊട്ടൻഷ്യൽ ഫോമിൽ റെപ്രസെന്റ് ചെയ്യാനാണ്. മാക്സ്വെൽസ് ഇക്വേഷന് മൊത്തത്തിൽ നമ്മൾ അതിനായിട്ട് ആദ്യം ഗോസസ് ലോ എടുക്കും. ഡെൽ ഡോട്ട് ഇ ഈസ് ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ 0. ഈ ഇക്വേഷൻ എടുത്തിട്ട് ഇതിൽ ഇലക്ട്രിക് ഫീൽഡിന് ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെൽ ഡോട്ട് മൈനസ് ഡെൽ വി മൈനസ് ഡോ എ ബൈ ഡോ ടി ഇസ് ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ 0 എന്നാണ്. അപ്പോൾ ഡെല്ല് ഇങ്ങോട്ട് അകത്തേക്ക് ആക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ എക്സ്പ്രഷൻ കിട്ടുന്നത് ഡെൽ സ്ക്വയർഡ് വി മൈനസ് ഡോ ബൈ ഡോ ടി ഓഫ് ഡെൽ ഡോട്ട് എ ഇസ് ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ 0 എന്നാണ്. ഈ എക്സ്പ്രഷൻ വേണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് കോമ്പാക്റ്റ് ആയിട്ട് ഡെൽ സ്ക്വയർ വി പ്ലസ് ഡോ ബൈ ഡോ ടി ഡെൽ ഡോട്ട് എ ഇസ് ഈക്വൽ ടു നെഗറ്റീവ് റോ ബൈ എപ്സിലോൺ 0 എന്നും എഴുതാം. ഒരു -1 കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്തു, അതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ പൊട്ടൻഷ്യൽ ഫോമിൽ എഴുതിയ മാക്സ്വെൽസ് ഇക്വേഷനിലെ വൺ ഓഫ് ദി റിസൾട്ട്സ്, അതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ട് അവിടെ നമുക്ക് വേണ്ടിയിരുന്ന ഒരു ഇക്വേഷൻ ഇതാണ്. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് മാക്സ്വെൽ ആംബിയേഴ്സ് ലോ ആണ്. ഡെൽ ക്രോസ് ബി ഇസ് ഈക്വൽ ടു മ്യൂ 0 ജെ പ്ലസ് മ്യൂ 0 എപ്സിലോൺ 0 ഡോ എ ബൈ ഡോ ടി. ഈ എക്സ്പ്രഷനിൽ നമ്മൾ ബിക്ക് ഡെൽ ക്രോസ് ചെയ്യും, സോറി ഇത് ഇ ആണ് കേട്ടോ, ഇലക്ട്രിക് ഫീൽഡാണ്. ഇക്ക് മൈനസ് ഡെൽ വി മൈനസ് ഡോ എ ബൈ ഡോ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താ കിട്ടുന്നത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഡെൽ ക്രോസ് എ കിട്ടും is equal to mu 0 j plus mu 0 epsilon 0 del dou by dou t minus del b minus dou a by dou t. ഈ എക്സ്പ്രഷൻ അപ്പോൾ ഇങ്ങനെ ചേഞ്ച് ആവും. mu 0 j plus mu 0 epsilon 0 del into dou v by dou t minus mu 0 epsilon 0 dou square a by dou t square. ഈ ഒരു ഫോമിലേക്ക് ചേഞ്ച് ആവും. കാരണം ഈ ഡോ ബൈ ഡോ ടി ആക്ട് ചെയ്യുന്നതിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ഉണ്ട് കേട്ടോ, ഈ നെഗറ്റീവ് മറന്നു വരണം. ഓക്കെ, ഈ എക്സ്പ്രഷൻ ഈ ഒരു ഫോമിൽ കിട്ടി. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഒന്ന് ചെക്ക് ചെയ്യുക. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ശരിക്കും ഇതിൻ്റെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. അപ്പോൾ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഡെൽ ക്രോസ് എ ഇസ് ഈക്വൽ ടു ഡെൽ ഓഫ് ഡെൽ ഡോട്ട് എ മൈനസ് ഡെൽ സ്ക്വയർ എ എന്നാണ്. അപ്പോൾ ആ ഐഡൻറ്റിറ്റി നമ്മൾ ഇനി ഇവിടെ യൂസ് ചെയ്യുകയാണ്. ഇതാണ് അപ്പോൾ ഐഡൻറ്റിറ്റി, വെക്ടർ ഐഡൻറ്റിറ്റിയാണ്. ഈ ഐഡൻറ്റിറ്റി യൂസ് ചെയ്യുമ്പോൾ ഡെൽ ഓഫ് ഡെൽ ഡോട്ട് എ മൈനസ് ഡെൽ സ്ക്വയർ എ പ്ലസ് മ്യൂ 0 എപ്സിലോൺ 0 ഡെൽ ഓഫ് ഡോ വി ബൈ ഡോ ടി പ്ലസ് മ്യൂ 0 എപ്സിലോൺ 0 ഡോ സ്ക്വയർ എ ബൈ ഡോ ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു മ്യൂ 0 ജെ എന്ന് എഴുതാം. വേറെ ഈ ടു ടേംസ് ഞാൻ LHSലേക്ക് കൊണ്ടുവന്നു. ഇനിയിപ്പോൾ കിട്ടിയ എക്സ്പ്രഷനെ ഒന്നുകൂടെ നമുക്കൊന്ന് മോഡിഫൈ ചെയ്ത് എഴുതാവുന്നതേ ഉള്ളൂ. ഈ എക്സ്പ്രഷനെ ത്രൂ ഔട്ട് നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് പുതിയൊരു ഫോമിൽ നമ്മുടെ എക്സ്പ്രഷൻ കിട്ടും. ഡെൽ സ്ക്വയർ എ മൈനസ് മ്യൂ 0 എപ്സിലോൺ 0 ഡോ സ്ക്വയർ എ ബൈ ഡോ ടി സ്ക്വയർഡ് മൈനസ് ഡെൽ ഓഫ് ഡെൽ ഡോട്ട് എ minus mu 0 epsilon 0 del of dou v by dou t is equal to minus mu 0 j. ഈ ഒരു ഫോമിൽ നമ്മുടെ എക്സ്പ്രഷൻ കിട്ടും. ഈ എക്സ്പ്രഷനിൽ ഈ രണ്ട് ടേമിൽ നിന്ന് ഒരു നെഗറ്റീവ് ഡെൽ കോമൺ എടുത്താൽ നമുക്ക് എക്സ്പ്രഷൻ ഇങ്ങനെയാണ് കിട്ടുന്നത്. ഡെൽ സ്ക്വയർ എ
minus mu 0 epsilon 0 dou square A by dou t squared minus del of del dot A plus mu 0 epsilon 0 dou V by dou t is equal to minus mu 0 J. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ. അപ്പോൾ നമ്മൾ മാക്സ്വെൽസ് ഇക്വേഷനെ മൊത്തത്തിൽ ഈ രണ്ട് ഇക്വേഷൻസിലേക്ക് റെഡ്യൂസ് ചെയ്യുകയാണ്. ഇതിനു മുമ്പ് കണ്ട ഒരു ഇക്വേഷനും ഈ ഒരു ഇക്വേഷൻ ഇങ്ങനെ രണ്ട് ഇക്വേഷൻസിലേക്ക് റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ നമുക്ക് കിട്ടിയ രണ്ട് എക്സ്പ്രഷനെയും ജസ്റ്റ് ഒന്ന് റീറൈറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്തത്. നമുക്ക് മാക്സ്വെൽസ് ഇക്വേഷനിൽ നിന്ന് എന്തൊക്കെ ഒരു ഇലക്ട്രിക് ഫീൽഡിനെയും മാഗ്നറ്റിക് ഫീൽഡിനെയും അല്ലെങ്കിൽ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് സിസ്റ്റത്തിനെ പറ്റി എന്തൊക്കെ ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നോ അതെല്ലാം ഈ രണ്ട് ഇക്വേഷൻസിൽ അടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ രണ്ട് ഇക്വേഷൻസിലെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇത് കാണുമ്പോൾ തന്നെ അറിയാം കുറച്ച് കൺജസ്റ്റഡ് ആണ് ഇക്വേഷൻസ്. ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നാണ് നമ്മൾ ഇനി നോക്കുന്നത്. ഈ ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു ഐഡിയ എന്ന് പറയുന്നത് ഗേജ് ട്രാൻസ്ഫോർമേഷനെ പറ്റിയാണ്. ഗേജ് ട്രാൻസ്ഫോർമേഷൻസ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് ആക്ച്വലി ഗേജ് ഫ്രീഡം എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഇലക്ട്രിക് സ്കേലാർ പൊട്ടൻഷ്യൽ ബിയും മാഗ്നറ്റിക് വെക്റ്റർ പൊട്ടൻഷ്യൽ എയും നമുക്ക് ഇഷ്ടപോലെ ഉള്ള പോലെ ചൂസ് ചെയ്യാം. പക്ഷെ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ആ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ഈ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഡെൽ വി മൈനസ് ഡോ എ ബൈ ഡോ ടി ഈ ഇക്വേഷനും മാഗ്നറ്റിക് ഫീൽഡ് ഈ ഇക്വേഷനും സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നിടത്തോളം കാലം നമുക്ക് എങ്ങനെ വേണമെങ്കിലും വിയും എയും എഡിറ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു ഐഡിയ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് നമ്മളൊന്ന് ഒരു ആർബിട്രറി ചേഞ്ച് വരുത്തി നോക്കുവാണ്. നമ്മൾ നമ്മുടെ മാഗ്നറ്റിക് വെക്റ്റർ പൊട്ടൻഷ്യൽ എനെ എ പ്രൈം എന്ന് എഴുതുന്നു, സച്ച് ദാറ്റ് എ പ്രൈം ഈസ് ഈക്വൽ ടു എ പ്ലസ് സം ആൽഫ ആൻഡ് വി അതുപോലെ തന്നെ വി പ്ലസ് സം ബീറ്റ, വി പ്രൈം ഈസ് ഈക്വൽ ടു വി പ്ലസ് സം ബീറ്റ എന്ന് എഴുതുവാണ്. അപ്പോൾ നമുക്ക് ആൽഫ എന്താണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനായിട്ട് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഡെൽ ക്രോസ് എ പ്രൈമും ഡെൽ ക്രോസ് എയും രണ്ടും ഒന്നായിരിക്കണം. അതായത് എന്നാലാണ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻവേരിയൻ്റ് ആയിട്ട് നിൽക്കുകയുള്ളൂ. രണ്ടും ഒന്നായിരിക്കണമെങ്കിൽ ഡെൽ ക്രോസ് എ പ്ലസ് ആൽഫ ഷുഡ് ബി ഈക്വൽ ടു ഡെൽ ക്രോസ് എ, റൈറ്റ്? അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന എന്താണ്, ഡെൽ ക്രോസ് ആൽഫ എന്ന് പറയുന്നത് 0 ആയിരിക്കണം. ഒരു വെക്ടറിന്റെ കേള് 0 ആണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടതാണ്, കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ്. ഒരു വെക്ടറിന്റെ കേള് 0 ആവുകയാണെങ്കിൽ ആ വെക്ടറിനെ നമുക്ക് വേറൊരു സ്കെയിലാറിന്റെ ഗ്രേഡിയന്റ് ആയിട്ട് എഴുതാം, സം ലാംഡയുടെ ഗ്രേഡിയന്റ് ആയിട്ട് എഴുതാം. അപ്പോൾ ഇനി അടുത്ത ബീറ്റയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ബീറ്റ മനസ്സിലാക്കാനായിട്ട് ഇനി നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇലക്ട്രിക് ഫീൽഡ് എക്സ്പ്രഷൻ ചെക്ക് ചെയ്ത് നോക്കും. ഇലക്ട്രിക് ഫീൽഡ് എക്സ്പ്രഷൻ മൈനസ് ഡെൽ വി പ്രൈം മൈനസ് ഡോ എ പ്രൈം ബൈ ഡോ ടി ഷുഡ് ബി ഈക്വൽ ടു മൈനസ് ഡെൽ വി മൈനസ് ഡോ എ ബൈ ഡോ ടി, റൈറ്റ്? നമ്മളപ്പോൾ അതിൽ വി പ്രൈമിൻ്റെയും എ പ്രൈമിൻ്റെയും വാല്യൂ എക്സ്പ്രഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ മൈനസ് ഡെൽ വി പ്ലസ് ബീറ്റ മൈനസ് ഡോ ബൈ ഡോ ടി ഓഫ് എ പ്ലസ് ആൽഫ is equal to minus del v minus dou a by dou t. ഇത് ഒന്നുകൂടെ ഒന്ന് മോഡിഫൈ ചെയ്താൽ ഡെൽ വി മൈനസ് ഡെൽ ബീറ്റ മൈനസ് ഡെൽ എ ബൈ ഡോ ടി, സോറി ഡോ എ ബൈ ഡോ ടി മൈനസ് ഡോ ആൽഫ ബൈ ഡോ ടി ഇസ് ഈക്വൽ ടു മൈനസ് ഡെൽ വി മൈനസ് ഡോ എ ബൈ ഡോ ടി എന്നാണ് കിട്ടുന്നത്. ഇതിൽ ഈ രണ്ട് ടേംസ് നമുക്ക് ക്യാൻസൽ ചെയ്യാം, ഈ രണ്ട് ടേംസും ക്യാൻസൽ ചെയ്യാം. ബാക്കി വരുന്നത് ഡെൽ ബീറ്റ പ്ലസ് ഡോ ആൽഫ ബൈ ഡോ ടി ഇസ് ഈക്വൽ ടു 0 എന്നാണ്. ഓർ ഡെൽ ബീറ്റ ഇസ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് ഡോ ആൽഫ ബൈ ഡോ ടി എന്നാണ്. ആൽഫ എന്ന് പറയുന്നത് ഡെൽ ഓർ ഗ്രേഡിയന്റ് ഓഫ് സം ലാംഡ ആണ് നമ്മൾ അവിടെ എഴുതി. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, മൈനസ് ഡെൽ ഡോ ബൈ ഡോ ടി ഓഫ് ലാംഡ എന്ന് എഴുതാം എക്സ്പ്രഷൻ. അപ്പം അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണ്, ബീറ്റ എന്ന് പറയുന്നത് മൈനസ് ഡോ ലാംഡ ബൈ ഡോ ടി ആണെന്നാണ് ഈ ഒരു എക്സ്പ്രഷനിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും നമുക്ക് കിട്ടി. പിന്നെ നമുക്ക് നമ്മുടെ എക്സ്പ്രഷൻ അപ്പോൾ എങ്ങനെ എഴുതാം, എ പ്രൈം ഇസ് ഈക്വൽ ടു എ
plus delta lambda, provided we subtract dou lambda by dou t from v. എന്നാലേ നമുക്ക് ട്രാൻസ്ഫോർമേഷൻ സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. ഈ ട്രാൻസ്ഫോർമേഷൻസ് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെയും ആ എക്സ്പ്രഷൻസിനെ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ ഇപ്പോൾ നമ്മൾ എഴുതിയിരിക്കുന്ന ഫോമുല ആണെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചേഞ്ച് നമ്മൾ ഈ നമ്മുടെ ഇലക്ട്രിക് സ്കേലാർ പൊട്ടൻഷ്യലിലും മാഗ്നറ്റിക് വെക്റ്റർ പൊട്ടൻഷ്യലിലും വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ ഓവറോൾ ഇക്വേഷൻസിനെ ഒന്നും അത് ബാധിക്കില്ല. നമുക്ക് ആ ഒരു ചേഞ്ച് വരുത്താനുള്ള ഫ്രീഡം ഉണ്ട്. അതിനാണ് ഗേജ് ഫ്രീഡം എന്ന് നമ്മൾ പറയുന്നത്. ഗേജ് ഫ്രീഡം. ഈ ഗേജ് ഫ്രീഡം യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് 2 ടൈപ്പ് ഗേജസ് യൂസ് ചെയ്യാവുന്നതുണ്ട്. ഒന്നാമത്തെ ഗേജ് എന്ന് പറയുന്നത് കുളം ഗേജ് ആണ്. കുളം ഗേജ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡെൽ ഡോട്ട് എ എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റീനെ 0ലേക്ക് സെറ്റ് ചെയ്യും. അങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 2 ഇക്വേഷൻസ് കിട്ടിയിരുന്നു. മാക്സ്വെൽസ് ഇക്വേഷൻ നമ്മൾ 2 ഇക്വേഷനിലേക്ക് റെഡ്യൂസ് ചെയ്തിരുന്നു. ആ ഇക്വേഷൻസിന് എന്ത് മാറ്റമാണ് വരുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഡെൽ സ്ക്വയർ വി പ്ലസ് ഡോ ബൈ ഡോ ടി ഓഫ് ഡെൽ ഡോട്ട് എ ഇസ് ഈക്വൽ ടു മൈനസ് റോ ബൈ എപ്സിലോൺ 0 എന്നാണ്. ഈ എക്സ്പ്രഷൻ പൊസോൺസ് ഇക്വേഷനിലേക്ക് റെഡ്യൂസ് ചെയ്യുകയാണ്. ഡെൽ സ്ക്വയർ വി ഇസ് ഈക്വൽ ടു മൈനസ് റോ ബൈ എപ്സിലോൺ 0. ഇതാണ് പൊസോൺസ് ഇക്വേഷൻ. ഈ ഒരു എക്സ്പ്രഷനിലേക്ക് റെഡ്യൂസ് ആവുകയാണ് ചെയ്യുന്നത്. പൊസോൺസ് ഇക്വേഷൻ. ഇനി സെക്കൻഡ് ഇക്വേഷൻ എന്ത് ചേഞ്ച് വരും നോക്കാം. സെക്കൻഡ് ഇക്വേഷൻ ഏതാണ്? ഡെൽ സ്ക്വയർ എ മൈനസ് മ്യൂ 0 എപ്സിലോൺ 0 ഡോ സ്ക്വയർ എ ബൈ ഡോ ടി സ്ക്വയർഡ് minus del dot a plus mu 0 epsilon 0 dou v by dou t is equal to minus mu 0 j. ഇതാണ് സെക്കൻഡ് എക്സ്പ്രഷൻ. ഈ സെക്കൻഡ് എക്സ്പ്രഷനിലും ഇവിടെ 0 വരും. അപ്പോൾ ഡെൽ സ്ക്വയർ വി മൈനസ് മ്യൂ 0 എപ്സിലോൺ 0 ഡോ സ്ക്വയർ എ ബൈ ഡോ ടി സ്ക്വയർ മൈനസ് മ്യൂ 0 എപ്സിലോൺ 0 del of dou v by dou t is equal to minus mu 0 j. ഇങ്ങനെയാണ് സെക്കൻഡ് എക്സ്പ്രഷൻ വരുന്നത്. പക്ഷേ ഇത് ഫസ്റ്റ് എക്സ്പ്രഷൻ നമുക്ക് കുറച്ചുകൂടി സിംപ്ലിഫൈഡ് ഫോമിൽ കിട്ടിയെങ്കിലും സെക്കൻഡ് എക്സ്പ്രഷൻ കണ്ടിട്ട് കുറച്ചും കൂടെ സ്റ്റിൽ കൺജസ്റ്റഡ് ആണ്. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വേറൊരു ഗേജ് ആണ്, അതായത് ഗേജ് ഫ്രീഡം അനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാവുന്ന വേറൊരു ഗേജ് ആണ് ലോറൻസ് ഗേജ് എന്ന് പറയുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ലോറൻസ് ഗേജ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഡെൽ ഡോട്ട് എക്ക് ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ്. ഡെൽ ഡോട്ട് എ is equal to മൈനസ് മ്യൂ 0 എപ്സിലോൺ 0 ഡോ വി ബൈ ഡോ ടി എന്ന് സെറ്റ് ചെയ്യും. ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ എന്താണ് ചേഞ്ചസ് നമുക്ക് നോക്കാം. ചേഞ്ച് വരാൻ പോകുന്നത് ഡെൽ സ്ക്വയർ വി പ്ലസ് ഡോ ബൈ ഡോ ടി ഓഫ് മൈനസ് മ്യൂ 0 എപ്സിലോൺ 0 ഡോ വി ബൈ ഡോ ടി ഇസ് ഈക്വൽ ടു മൈനസ് റോ ബൈ എപ്സിലോൺ 0 എന്ന് വരും. ഓക്കെ, ഫസ്റ്റ് ഇക്വേഷനിൽ ഇതാണ് ചേഞ്ച് വരുന്നത്. അപ്പോൾ ഡെൽ സ്ക്വയർ വി മൈനസ് മ്യൂ 0 എപ്സിലോൺ 0 ഡോ സ്ക്വയർ വി ബൈ ഡോ ടി സ്ക്വയർഡ് ഇസ് ഈക്വൽ ടു മൈനസ് റോ ബൈ എപ്സിലോൺ 0 എന്ന് വരും. ഇത് നമുക്കൊരു മോഡിഫൈ ചെയ്ത് ഇങ്ങനെ എഴുതാം. ഡെൽ സ്ക്വയർ മൈനസ് മ്യൂ 0 എപ്സിലോൺ 0 ഡോ സ്ക്വയർ ബൈ ഡോ ടി സ്ക്വയർഡ് ഓഫ് വി ഇസ് ഈക്വൽ ടു മൈനസ് റോ ബൈ എപ്സിലോൺ 0 എന്ന് എഴുതാം. ഈ ഇത്രയും പാർട്ട് ഇതിനെയാണ് ഡീഅലംബേർഷൻ ഓപ്പറേറ്റർ എന്ന് വിളിക്കുന്നത്. ആൻഡ് വി റൈറ്റ് ഇറ്റ് ആസ് ബോക്സ് സ്ക്വയർഡ് വി ഇസ് ഈക്വൽ ടു മൈനസ് റോ ബൈ എപ്സിലോൺ 0 എന്ന് എഴുതാം. ഭയങ്കര സിമ്പിൾ ഫോമിലേക്ക് ഈ ഇക്വേഷൻ മാറുകയാണ് ചെയ്തേക്കുന്നത്. ഈ ഇക്വേഷൻ നേരത്തെ നമുക്ക് പൊസോൺസ് ഇക്വേഷൻ്റെ ഒരു ഫോമിലേക്ക് കിട്ടിയിരുന്നു. പക്ഷേ ഇവിടെ ബോക്സ് സ്ക്വയർ അല്ലെങ്കിൽ ഡീഅലംബേർഷൻ ഓപ്പറേറ്ററിൻ്റെ ടേംസിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി നമ്മുടെ അടുത്ത ഇക്വേഷൻ എന്തൊരു സിംപ്ലിഫൈ ആയിട്ടുണ്ട് എന്ന് നോക്കാം. ഇക്വേഷൻ എന്ന് പറയുന്നത് ഡെൽ സ്ക്വയർ എ മൈനസ് മ്യൂ 0 എപ്സിലോൺ 0 ഡോ സ്ക്വയർ എ ബൈ ഡോ ടി സ്ക്വയർഡ് മൈനസ് ഡെൽ ഓഫ്, ഇവിടെ ഡെൽ ഡോട്ട് എ ആണ് വരുന്നത്, അതിന് പകരം നമ്മൾ മൈനസ് മ്യൂ 0 എപ്സിലോൺ 0 ഡോ വി ബൈ ഡോ ടി, അതായത് നമ്മുടെ ലോറൻസ് ഗേജ് കണ്ടീഷൻ കൊടുത്തു, പ്ലസ് മ്യൂ 0 എപ്സിലോൺ 0 ഡോ വി ബൈ ഡോ ടി ആണ് അവിടെ ബാക്കിയുള്ളത്, ഇസ് ഈക്വൽ ടു മൈനസ് മ്യൂ 0 ജെ എന്നാണ് എക്സ്പ്രഷൻ. അപ്പോൾ ഇത് ഇത്രയും ഭാഗം 0 ആയി പോകും, കാരണം ഇത് പോസിറ്റീവ് ഇത് നെഗറ്റീവ്, അതായത് ഇത് പോസിറ്റീവ് ഇത് നെഗറ്റീവ് ആണ്, അപ്പോൾ ഇത് ക്യാൻസൽ ആയി പോകും.
0 ആയി പോകും. അപ്പോൾ നമുക്ക് ഡെൽ സ്ക്വയർ എ മൈനസ് മ്യൂ 0 എപ്സിലോൺ 0 ഡോ സ്ക്വയർ എ ബൈ ഡോ ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് മ്യൂ 0 ജെ എന്ന് കിട്ടി. ഇതും നമുക്ക് ഈ പറയുന്നത് പോലെ ഡെൽ സ്ക്വയർ മൈനസ് മ്യൂ 0 എപ്സിലോൺ 0 ഡോ സ്ക്വയർ ബൈ ഡോ ടി സ്ക്വയർ ഓഫ് എ ഇസ് ഈക്വൽ ടു മൈനസ് മ്യൂ 0 ജെ എന്ന് എഴുതാലോ. ഈ എക്സ്ക്വേഷനെ നമുക്ക് ബോക്സ് സ്ക്വയർഡ് എ ഇസ് ഈക്വൽ ടു മ്യൂ 0 ജെ എന്ന് എഴുതാം. ബോക്സ് സ്ക്വയർ ഈസ് കോൾഡ് ദി ഡി-എലംബേഷൻ ഓപ്പറേറ്റർ. അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻസും ഇത്രയും സിംപ്ലിഫൈഡ് ഫോമിലേക്ക് കിട്ടി. ആൻഡ് ദി സെക്കൻഡ് വൺ ഈസ് 0j. ഇതാണ് ലോറൻസ് ഗേജിന്റെ റിസൾട്ട് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോറൻസ് ഗേജ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇലക്ട്രിക് സ്കെയിലാർ പൊട്ടൻഷ്യലിന്റെയും മാഗ്നറ്റിക് വെക്റ്റർ പൊട്ടൻഷ്യലിന്റെയും എക്സ്പ്രഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് ആക്ച്വലി ഇൻഹോമോജീനിയസ് വേവ് ഇക്വേഷൻസ് ആണ്. അപ്പോൾ നമ്മളോട് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, സം കൈൻഡ് ഓഫ് പൊട്ടൻഷ്യൽ നമുക്ക് തന്നിട്ടുണ്ട്, ഒരു ഇലക്ട്രിക് സ്കെയിലാർ പൊട്ടൻഷ്യൽ ഒരു മാഗ്നറ്റിക് വെക്റ്റർ പൊട്ടൻഷ്യലിന്റെ ഒരു പെയർ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ആ പൊട്ടൻഷ്യൽസ് ഇൻഹോമോജീനിയസ് ആണ്, അല്ലെങ്കിൽ ആ പൊട്ടൻഷ്യൽ ഇൻഹോമോജീനിയസ് വെക്റ്റർ ഇക്വേഷൻ വേവ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ലോറൻസ് ഗേജ് ചെക്ക് ചെയ്താൽ മാത്രം മതി. ഡെൽ ഡോട്ട് എന്ന് പറയുന്നത് മൈനസ് മ്യൂ 0 എപ്സിലോൺ 0 ഡോ വി ബൈ ഡോ ടി ആണോ ചെക്ക് ചെയ്താൽ മതി. അതാണെങ്കിൽ ഒബ്വിയസ്ലി ഈ ഒരു ഫോമിലേക്ക് വരുന്നത്. ഹോമോജീനിയസ് ആവുന്ന എപ്പോഴാണ്? ഡെൽ സ്ക്വയർ വി ഇസ് ഈക്വൽ ടു 0 ആൻഡ് ഡെൽ സ്ക്വയർ എ ഇസ് ഈക്വൽ ടു 0. അങ്ങനെയാണ് ഹോമോജീനിയസ് ആവുന്നത്. അപ്പോൾ ഇത് 0ലേക്കല്ല ഇക്വേറ്റ് ആയിരുന്നത്, അപ്പോൾ ഇൻഹോമോജീനിയസ് ആണ്. അതാണ് ഈ ലോറൻസ് ഗേജിൽ നിന്നും കുളംസ് ഗേജിൽ നിന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.